ഹലോ എവ്രിവൺ. ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അതാണ് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ. ഇന്ന് വളരെയധികം പ്രചാരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മാനിഫെസ്റ്റേഷന്റെ പല ടെക്നിക്കുകൾ അറിയാം, മെഡിറ്റേഷന്റെ പല ടെക്നിക്കുകൾ അറിയാം. പക്ഷെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് വളരെയധികം കൂടുതലാണ്. എങ്ങനെയാണ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ പ്രയോജനങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. യഥാർത്ഥത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് ഹെൽപ്പ് അപ്രോച്ചാണ്. നമ്മളെ തന്നെ സഹായിക്കാനായിട്ട്, അല്ലെ നമ്മൾ ലൈഫിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കാണും അല്ലെ, അതിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് അത് നേടിയെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനിൽ നിന്ന് ഡിഫറെന്റ് ആണ് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ. നമ്മൾ സാധാരണ ചെയ്യുന്ന മെഡിറ്റേഷൻ അല്ലെ ധ്യാനം എന്ന് പറയുന്നത് നമുക്കൊരു ഇന്നർ കാം, ഒരു പീസ് അല്ലെ, നമ്മുടെ മനസ്സിന് ഒരു ശാന്തി തരുന്നത്, അല്ല എങ്കിൽ നമ്മളുടെ ട്രൂ സെൽഫിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്താണെന്നൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന. ഇവിടെ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തി നമ്മളുടെ പ്രവർത്തനങ്ങൾ അതിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ലോ ഓഫ് അട്രാക്ഷനോട് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന, അല്ലെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രയോജനം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നാണ് ഈ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷന്റെ പ്രയോജനങ്ങൾ നോക്കാം. നമ്മുടെ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാനായിട്ട് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ നമ്മളെ ഒരുപാട് സഹായിക്കും. കാരണം നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റിക്കൊണ്ട് പോസിറ്റീവ് തോട്ട്സ് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും. അതോടൊപ്പം ഒരു മെന്റൽ ക്ലാരിറ്റി നമുക്ക് കൊണ്ടുതരാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് നേടേണ്ടത്, അല്ലെ എന്താണ് നമുക്ക് ആവശ്യമെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഒരു ബെറ്റർ പെർഫോമൻസിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് നോക്കാം. മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യേണ്ടതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് എഴുതി വെക്കാൻ തയ്യാറാവുക. ആ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഗോള് എഴുതുന്നതിനോടൊപ്പം തന്നെ അത് നേടിയെടുക്കാനുള്ള സ്റ്റെപ്പുകളും നമ്മൾ എഴുതി ഓർഡറിലാക്കി വെക്കുക. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അതിലേക്കുള്ള സ്റ്റെപ്പുകളും ഒക്കെ മനസ്സിൽ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ സാധാരണ ഒരു ധ്യാനം അല്ല മെഡിറ്റേഷൻ ഇരിക്കുന്നത് പോലെ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള, അതായത് ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത ഒരു എൻവയോൺമെന്റ് സെലക്ട് ചെയ്യുക. അതായത് ഈ ഒരു മെഡിറ്റേഷൻ നമ്മുടെ സാധാരണ മെഡിറ്റേഷൻ പോലെ തന്നെ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഡീപ്പ് ബ്രെത്ത് എടുക്കുക. അതായത് ഒരു ധ്യാനത്തിന്റെ, ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ തയ്യാറാവുക. പലപ്പോഴും നമ്മളൊരു ധ്യാനം അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മളെ, അല്ലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റിലെ പല കാര്യങ്ങളും നമ്മളെ അലട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ചെയ്യുമ്പോൾ ചിന്തകൾ ഈ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് പലപ്പോഴും ചെയ്യാനുള്ള കാര്യം, അല്ലെ നമ്മുടെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളും വരും. എന്നാൽ അതിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാനോ, എന്താണ് എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല മെഡിറ്റേഷൻ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ പരമാവധി മാറ്റിവെച്ച് ആ ഒരു തോട്ട്സിനെ വരാൻ അനുവദിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മളുടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മളുടെ ചിന്തകളുടെ മേലെ നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മളുടെ മൈൻഡ് ഏകദേശം അമിതമായ ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു ലെവലിലേക്ക്, മെഡിറ്റേഷൻ ഒരു പ്രാരംഭ ലെവലിലേക്ക് എത്തും. നമ്മുടെ ബോഡിയും മൈൻഡും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സമയമായി. നമ്മൾ ധ്യാനത്തിന്റെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും അത്യാവശ്യമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഗോള്, ചിലപ്പോൾ അത് നല്ലൊരു ജോലി ആയിരിക്കാം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം, നല്ലൊരു വീട്, അങ്ങനെ എന്താണോ നമ്മളുടെ ആഗ്രഹം ആ ആഗ്രഹത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. മനസ്സിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ നല്ലൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജോലിയിൽ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ വേണം കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ 5 സെൻസ് ഓർഗൻസ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട്. അതായത് ഒരു സ്വപ്നം കാണുക എന്ന ഒരു ലെവലിനപ്പുറം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മളാണ്. പിന്നെ ഒരു നല്ല വീടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഞാൻ ആ വീട്ടിലായിരിക്കും. ആ വീടിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ കാണുക.
ആ വീടിന്റെ ഓരോ വശങ്ങള് അല്ല എങ്കിൽ ഓരോ റൂമുകള് ഇതെല്ലാം നിങ്ങൾ ഭാവനയിൽ കാണുക എന്നുള്ളതാണ് ഈ വിഷ്വലൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഒരു തവണ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടിന്യൂഷനോ അല്ല എങ്കിൽ നമ്മൾ സക്സസ് ആയ രീതിയിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ചെയ്ത് പൂർത്തിയാകാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ മെഡിറ്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ മനസ്സിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മാക്സിമം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതിന് കൂടുതൽ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിൽ ഈ ഒരു വിഷ്വലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെ ഏത് അവസ്ഥയിലാണോ നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു അവസ്ഥയിലുള്ളത് ആയിരിക്കുന്നത് കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു ഒരു ഇമാജിനേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ അത്രയും കൂടെ എഫക്റ്റ് ആണ്. അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങൾ തന്നെ ഭാവനയിൽ കാണുക, നിങ്ങളിലേക്ക് വന്ന് നിറയുന്നു. അത് നിങ്ങളുടെ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ പരമാവധി എനർജിയിലേക്ക് നിങ്ങൾ ആകുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. ആ ലൈറ്റ് നിങ്ങളുടെ ഹെഡിൽ തലയിലേക്ക് വരുന്നു, നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിച്ച് നിങ്ങൾ ഓള് ബോഡി നല്ല ഒരു പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുക. അതോടൊപ്പം നമ്മൾ അടുത്ത ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് പറയുക എന്നുള്ളത്, റിപ്പീറ്റ് ആയിട്ട് പറയുക. ഈ നമ്മളെ കാണാൻ ആഗ്രഹിച്ച അല്ലെ നമ്മൾ എന്താണോ ഏത് ലെവലിലാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അത് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക എന്നുള്ളതാണ്. അതായത് ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു അത് നേടാനുള്ള കഴിവ് എനിക്കുണ്ട്, ഞാൻ സ്ട്രെങ്ത് ഉള്ള ഒരാളാണ്. പലപ്പോഴും നമ്മളൊക്കെ വളരെ വീക്കാണ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ് അതിനൊന്ന് ശ്രമിക്കാൻ പോലും നമ്മൾ ആരും തയ്യാറാകാത്ത അല്ലെ. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട്. കാരണം നമ്മൾ നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുകയാണ്, നമ്മുടെ കഴിവിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഈ പോസിറ്റീവ് അഫർമേഷനോട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സെൽഫ് കോൺഫിഡൻസ് കുറവാണെങ്കിൽ ഐ എം കോൺഫിഡൻറ്റ്, ഞാൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, ഞാൻ ഹെൽത്തി ആണ് അല്ലെ സ്ട്രെങ്ത് ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം നമുക്ക് എപ്പോഴാണോ ഒരു കോൺഫിഡൻസ് തോന്നുന്നത് അത്രയും തവണ, ഇതിനൊരു എണ്ണം ഒന്നും പറയാൻ പറ്റത്തില്ല, 100 തവണ പറ അല്ലെങ്കിൽ 50 തവണ പറ എന്നൊന്നുമില്ല, നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉള്ളിൽ ഒരു സംതൃപ്തി തോന്നും അത്രയും തവണ ആവർത്തിച്ച് പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ പറയുക എന്നുള്ളതാണ്. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് കാര്യമാണോ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തെ നിങ്ങൾ ഈ യൂണിവേഴ്സിലേക്ക് ഈ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതായത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു കാര്യത്തെ നിങ്ങളുടെ ആ ഒരു ഇന്റൻഷനെ നിങ്ങൾ യൂണിവേഴ്സിനെ സമർപ്പിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്. മനസ്സിൽ പറയുക, ഞാനിത് പ്രപഞ്ചത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്, യൂണിവേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ആ ഒരു ഇന്റൻഷൻ ഞാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളോട് തന്നെ പറയുക. ഇനിയും ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത്. അതായത് ഞാൻ എന്താ ആഗ്രഹിച്ചു ആ ഒരു കാര്യം എന്നിലേക്ക് എത്തിയതിന് നന്ദി പറഞ്ഞതുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ മെഡിറ്റേഷൻ എങ്ങനെയാണോ വൈൻഡപ്പ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ നിർത്തുക. അതായത് നമ്മളുടെ പ്രസന്റിലേക്ക് നമുക്ക് ആകണം. നമ്മൾ ഇതുവരെയും മറ്റൊരു മേഖലയിലായിരുന്നു അല്ലെ. അപ്പൊ തിരിച്ച് നമ്മൾ ഇതിലേക്ക് ആകണമെങ്കിൽ ആ കണ്ണുകൾ അടച്ച പൊസിഷനിൽ തന്നെ 1-2 ഡീപ് ബ്രീത്ത് എടുത്ത് പ്രസന്റിലേക്ക് വന്നതിന് ശേഷം മാത്രം മെഡിറ്റേഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ, അല്ലെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനിൽ നമ്മുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉപബോധ മനസ്സിന് യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയും ഇമാജിനേഷനെയും തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട് കഴിവില്ല എന്നുള്ളത്. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ ഞാൻ എത്തി എന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അതൊരു ഇമാജിനേഷൻ ആണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവില്ല. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ നമ്മളെ തന്നെ കൂടുതൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നല്ലൊരു ജോലിയാണ് ലക്ഷ്യമെങ്കിൽ നമ്മളിങ്ങനെ വിഷ്വലൈസ് ഡെയിലി ഈ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനോടെ ചെയ്യുമ്പോൾ അതിലേക്കുള്ള ഓരോ പടികളും എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഉള്ളത് നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തി ഒരു മെന്റൽ ക്ലാരിറ്റി, നമ്മുടെ മനസ്സിന് ഒരു വ്യക്തത കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേടേണ്ട ലക്ഷ്യം എവിടെയെങ്കിലും ഒരു വിദൂരതയിലുള്ള ഒരു സ്വപ്നമായി മാറാതെ അതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നായിട്ട് ഈ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ മാറും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.